സ്വന്തമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഞാൻ മോശമാണ് എന്നൊരു സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടോ? അല്ല, എന്നെ നേരിട്ട് കാണുന്ന ആരും ഞാൻ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്യാമറയുടെ പല ആംഗിളിൽ കൂടെ എടുക്കുമ്പോൾ പലർക്കും ഓന്തായിട്ടും പല്ലിയായിട്ടും അരണയായിട്ടും ഒക്കെ തോന്നാറുണ്ട്. പച്ചയ്ക്ക് കമന്റ് വിടാറുള്ള വിഷയമല്ല. അതൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? അത്തരത്തിലുള്ള കമന്റ് പറയുന്നതിനോടൊക്കെ എന്താ പറയാനുള്ളത്? ഞാൻ നേരിട്ട് നല്ല സുന്ദരിയാണ്, എനിക്ക് നല്ല കോൺഫിഡന്റ് ഉണ്ട്. എന്നെ നേരിട്ട് കാണുന്നവർക്കും അവർക്കറിയാം ഞാൻ സുന്ദരിയാണെന്ന്. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്നവർക്ക് രൂക്ഷമായിട്ടൊരു മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനാണ് അവരവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നു, നമ്മുടെ കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂൾ കാലഘട്ടം. അത് ഇപ്പൊ കാണാൻ കൊള്ളത്തില്ലല്ലോ, അപ്പൊ നമുക്ക് വൺ വേ പ്രണയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഓർത്ത പിന്നെ ആ ചെറുക്കനൊക്കെ പറഞ്ഞു അവൻ ഇവിടെ വന്ന് തല്ലാനാണ്. അല്ലെങ്കിൽ പോലും നമുക്ക് അത് ഒന്ന് റിവീൽ ചെയ്യും, എങ്ങനെയായിരുന്നു ആ പ്രണയം. അല്ല, അത് ഇതുവരെ ചേച്ചി വെളിപ്പെടുത്ത, അതായത് നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചേച്ചി ഇതുവരെ വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ചെക്കന്റെ പേരൊന്നും പറയുന്നില്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടി. എന്തുവാ നല്ലതായിട്ട് പഠിക്കുന്നതായിരുന്നു. ഒരുമിച്ച് പഠിക്കുന്നത്. ആ ചെറുക്കൻ നന്നായിട്ട് പഠിക്കും. പേര് വേണേ എന്തെങ്കിലും മാറ്റി പറഞ്ഞ അജീഷ് പിന്നോ സുമേഷ് കെയർന്നോ പറഞ്ഞോ? അത് ലാസ്റ്റ് അവനോട് ഞാൻ പറഞ്ഞായിരുന്നു, ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഇടയ്ക്ക് മിണ്ടി വന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ചെക്കൻ ചിരിക്കണ്. അപ്പൊ ആ ചെക്കൻ കല്യാണമൊക്കെ കഴിച്ചാൽ തോന്നുന്നു, +2 പഠിച്ചിട്ടുണ്ട്. ചെക്കനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു ആ ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ. അതായത് ലീഡറായിരുന്നേ. എന്നിട്ട് ചെക്കൻ അവിടെ ഇല്ലാത്ത ചെക്കന്റെ ബാഗൊക്കെ എടുത്തിട്ട് ഉമ്മയൊക്കെ ആ ചെക്കൻ അങ്ങോട്ട് പോകുമ്പോളേ ആരും ക്ലാസ്സിലൊന്നും ഇല്ലാത്തപ്പം ചെന്ന് ഞാനും എന്റെ കൂട്ടുകാരിക്ക് അറിയായിരുന്നു. അവനെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സംഭവം. എന്നിട്ട് നമ്മളിങ്ങനെ എണ്ണത്തില്ല ഗ്രൂപ്പൊക്കെ തിരിക്കാൻ എണ്ണുമ്പോഴത്തേന് ഞാൻ തലക്കെ എണ്ണ കൊണ്ടുവന്നിട്ടുണ്ട് ജോർജി. പേര് കിട്ടി. ജോർജി താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ചോദിക്കേ അല്ല, ചിലപ്പോ ഇത് കഴിയുമ്പം ജോർജ് ചിലപ്പോ ഒരു മെസ്സേജ് അയക്കാനോ അതൊക്കെ സാധ്യതയുണ്ട്. ജോർജി സോറി കേട്ടോ, അറിയാതെ വായിന്ന് വന്നു. ജോർജിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ കാലമല്ലേ, ജോർജി വൈഫൈ പിണങ്ങൊന്നും പോകരുത്, എനിക്ക് ഇവരെവിടെയാണോ പോലും എനിക്കറിയാം. അല്ല, നിങ്ങള് സത്യത്തിൽ അത് കഴിഞ്ഞ് ആ ചെക്കനെ എന്നെ മിണ്ടിയിട്ട് പോലും, ആ ചെക്കൻ എന്നെ കണ്ണിന് കാണല്ല, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ആ ചെക്കൻ അപ്പൊ വൺ വേ ആയിരുന്നു. പിന്നല്ലാണ്ട് അതല്ലേ ഞാൻ പറഞ്ഞ ഉള്ളൂരല്ലോ. അല്ലെ, കാണാൻ നന്നായിരിക്കണം, പ്രണയിക്കാൻ എന്നൊരു അങ്ങനൊരു അഭിപ്രായം ഉണ്ടോ? ഇല്ലായിരുന്നു. അല്ല, ചേച്ചിയാണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. അതായത് എന്നെ കാണാൻ മോശമായതുകൊണ്ടാവാം എന്ന് ചിന്തിക്കുമ്പം, അപ്പൊ ഈ കാണാൻ ഭംഗിയില്ലാത്തവർക്കൊന്നും കാമുകന്മാരും ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ ഉണ്ടാവരുതെന്നാണ് എന്റെ കാര്യം. ഞാൻ അന്ന് ചിന്തിച്ച കാര്യമാണ്. ഇന്ന് എനിക്ക് 10-33 വയസ്സായി. അന്ന് എത്ര വയസ്സുണ്ട്? 10-17-18 വയസ്സിലെ കാര്യമല്ലേ പറയുന്നത്. അല്ല, എങ്കിൽ പോലും ഇപ്പൊ ചേച്ചി 33 വയസ്സാണെങ്കിലും 17-കാരിയായിട്ട് അഭിനയിക്കുന്നുണ്ട്, 18-കാരിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് ഗോഡ്സ് ഗ്രേസ്. അതായത് നമ്മുടെ ബോഡിക്ക് എന്തും ചേരും, ഡ്രസ് ആണെങ്കിലും അതൊക്കെ ഒരു ദൈവകൃപ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒത്തിരി താങ്ക്സ് ദൈവമേ. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ജോർജി, അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ആദ്യം പയ്യെ നമ്മള് വീട്ടിൽ നിന്നും പയ്യെ സ്കൂളിലേക്ക് എത്തി. ഇനി സ്കൂളിൽ നിന്നും അതൊന്നുമല്ല. അപ്പോ സ്കൂൾ കാലഘട്ടത്തിലേക്കായി നമ്മൾ ജോർജി വരെ എത്തിയിട്ടുണ്ട്. ചോദിക്കാൻ വരുന്നുണ്ട്. പ്രതീഷ് ബ്രോയിലേക്ക് എത്തുന്ന സമയം ആയിട്ടില്ലല്ലോ. ഇനിയിപ്പോ ചേച്ചിയുടെ വിവാഹ ജീവിതം, അങ്ങനെയുള്ള ഇത് കാര്യങ്ങള് എല്ലാം വരുന്ന സമയത്ത് പ്രതീഷ് ബ്രോയിലേക്ക് എത്തുന്ന സമയമാകുമ്പോ, ആൽബത്തിന്റെ സമയമാകുമ്പോൾ പ്രതീഷ് ബ്രോയിലേക്കും കൂടെ എത്തി അത് നമ്മളിവിടെ എത്തിക്കും. ഇപ്പം ചേച്ചിയുടെ പോട്ടെ, ബാക്കി +2 കാലഘട്ടം കഴിഞ്ഞു, ജോർജിയും കഴിഞ്ഞു. ജോർജിയുടെ ഇത്രേ ഉള്ളോ? വേറെ എന്തെങ്കിലും ഇല്ല? ജോർജ് കഴിഞ്ഞ് നഴ്സിംഗിലേക്ക് പോയി. എന്താ നഴ്സിംഗ് എന്ന് പറയുന്നത്? എന്താ എന്തോ അത്തരത്തിലുള്ള എന്തോ ഒരു ഓർമ്മ ചേച്ചിക്ക് വന്നിട്ടുണ്ടോ? അല്ല, പ്രണയം മാത്രമല്ല, നഴ്സിംഗിൽ ഉണ്ടായ ദുരനുഭവങ്ങളും പറയാം, നല്ല അനുഭവങ്ങളും പറയാം, എന്ത് വേണമെങ്കിലും പറയാം, എന്തും പറയാം. നമുക്ക് പഠിക്കാൻ ഈസി ആയിരുന്നു. ഫണ്ടമെന്റലോ അതും മൈക്രോബയോളജി ഒക്കെ നല്ലതായിട്ട് മാർക്കൊക്കെ കിട്ടി. ഫസ്റ്റ് ഇയർ GNM ആയിരുന്നു, ജനറൽ നഴ്സിംഗ് ആയിരുന്നു. അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരോണ്ട് കമന്റ് ഇട്ടു, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് അത് പറ്റത്തില്ല. ആര് പറഞ്ഞു പറ്റത്തില്ല? GNM അന്നത്തെ പണ്ടത്തെ, ഞങ്ങളൊക്കെ എത്ര വർഷമായി, 10-18 വർഷം ബാക്കാന്ന് തോന്നല്ലേ, എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അന്ന് GNM പഠിക്കായിരുന്നു ഹ്യൂമാനിറ്റീസുകാർക്ക്. ഞാൻ അതാണ് പഠിച്ചത്. അപ്പം അവിടെ ചെന്നിട്ട് ഇങ്ങനെ പഠിച്ചപ്പോഴൊക്കെ ഈസി ആയിരുന്നു. പക്ഷെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി നാരായണ ഹൃദയ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലായിരുന്നു ബാംഗ്ലൂര്. അത് വന്നപ്പോ ഈ ഹാർട്ടൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചൊക്കെ ഇങ്ങനെ കണ്ടപ്പോ പണി പാടി എങ്ങനെയും വീട്ടിൽ പോകാന്നുള്ള ചിന്തയിൽ ബ്ലഡ് ഒന്നും കാണാൻ പറ്റില്ല. അന്നേരം സീനാണ്. ഒരു രക്ഷയില്ല. കൂടുതൽ നേരം പിടിച്ചിരിക്കാൻ പറ്റിയില്ല. പറ്റണില്ല. പറ്റിയില്ല. പപ്പ
ആ. മതിയായി എനിക്ക് നിർത്തുക എന്ന് പറഞ്ഞു. നിർത്തുവാന്ന് പറഞ്ഞു.